നമ്മുടെ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രത്തിന് പ്രത്യേകമായുള്ള നാം നിർബന്ധമായും സന്ദർശിക്കേണ്ട ചില മഹാക്ഷേത്രങ്ങളുണ്ട്. വിധി തളച്ചിട്ട കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരുത്താൻ ആയുസ്സും ആരോഗ്യവും ധനവും പ്രദാനം ചെയ്യുന്ന ആ പുണ്യസങ്കേതങ്ങളിലൂടെയുള്ള യാത്രയാണ് ക്ഷേത്രായനം. നമസ്കാരം. ആസ്ട്രോടോക്സ് മലയാളത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജന്മനക്ഷത്രങ്ങൾക്ക് ജീവിതത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ഫലങ്ങളാണെന്നും ഒരു മനുഷ്യന്റെ ആയുഷ്കാല പ്രവൃത്തികളെ രൂപപ്പെടുത്തുന്നതിൽ ഇവയ്ക്ക് വളരെ പ്രാധാന്യവുമുണ്ടത്രേ. ഇന്ന് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചും ഇവർ സന്ദർശിക്കേണ്ട ക്ഷേത്രത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, ഞങ്ങളുടെ ചാനലിലേക്ക് പുതുതായി എത്തിയ എല്ലാ സുഹൃത്തുക്കളും ജ്യോതിഷം, വാസ്തുശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ആധികാരികമായ കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ആസ്ട്രോടോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മുൻപത്തെ വീഡിയോകളിൽ എന്ന പോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിത്യപൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി ഫേസ്ബുക്ക് ചാനലിലും ജോയിൻ ചെയ്യുക. കാര്യങ്ങളെ യാഥാർത്ഥ്യബുദ്ധിയോടെ മനസ്സിലാക്കി പെരുമാറുന്നവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഇവർ പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അന്യന് അത് ദോഷമാകുന്നില്ലെന്നും ഉറപ്പിക്കുന്നവർ കൂടിയാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുന്നവരാണിവർ. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന ഇവരെ അത്ര വേഗത്തിൽ തോൽപ്പിക്കുവാൻ സാധിക്കില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കുന്ന ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ പരാജയം സംഭവിച്ചാൽ പോലും വിജയം കാണുന്നതുവരെ വീണ്ടും പരിശ്രമിക്കുവാൻ തയ്യാറുള്ളവരുമാണ്. ഈ പരിശ്രമം ഇവരെ മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ മടി കാണിക്കാത്ത രോഹിണി നക്ഷത്രക്കാർ ക്ഷമ വലിയ ഫലങ്ങൾ നൽകും. വിശ്വാസങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രക്ഷേത്രം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവുരയോ വിശദീകരണമോ ആവശ്യമില്ലാത്തൊരു ക്ഷേത്രമാണിത്. കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ അതിലൊരേട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുണ്ടാകും. കേരളത്തെ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ പരിചയപ്പെടുത്തുവാൻ പറഞ്ഞാൽ അത് പത്മനാഭസ്വാമി ക്ഷേത്രമായിരിക്കും. അത്രയധികം പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും വാർത്തകളും. മഹാവിഷ്ണുവിനെ അനന്തനാഗത്തിനു മുകളിൽ വാഴുന്ന പത്മനാഭനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമെന്നാണ് കാലങ്ങളായി പറയപ്പെടുന്നത്. അനന്തൻ അഥവാ ആദിശേഷൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യപ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ കിഴക്കേക്കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിലൊന്നാണ്. ശ്രീ പത്മനാഭസ്വാമി മാത്രം വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അണിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തരായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ധർമ്മശാസ്താവ്, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, വിശ്വക്സേനൻ, അശ്വത്ഥാമാവ്, വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിൽ രോഹിണി കുടികയറിയും തുലാമാസത്തിൽ തിരുവോണം ആറാട്ടായും 10 ദിവസം വീതം നീണ്ടുനിൽക്കുന്ന 2 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, തിരുവോണം, വിഷു, വൈകുണ്ഠേകാദശി, മകരസംക്രാന്തി, വൈശാഖ പുണ്യമാസം, കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട്. മതിലകം രേഖകളിൽ പരാമർശിക്കുന്ന ഐതിഹ്യപ്രകാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തുളുസന്യാസിയായ ദിവാകരമുനിയാൽ കലിയുഗാരംഭത്തിൽ 900ങ്ങളിൽ പ്രതിഷ്ഠിതമായതാണ്. ദിവാകരമുനി വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി കഠിന തപസ് അനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ശിശുവിനെ കണ്ട് മുനി സന്തുഷ്ടനായി. തന്റെ പൂജാവേളയിൽ ആ ദിവ്യകുമാരന്റെ ദർശനം തനിക്ക് നിത്യവും ലഭ്യമാകണമെന്ന് മുനി പ്രാർത്ഥിച്ചു. തന്നോട് അപ്രിയമായി പ്രവർത്തിക്കുന്നതുവരെ താനുണ്ടാകുമെന്ന് ബാലൻ സമ്മതിക്കുകയും ചെയ്തു. ക്രമേണ അത് അനിയന്ത്രിതമായി. മുനി ധ്യാനനിരതനായിരിക്കവേ
മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ വായ്ക്കുള്ളിലാക്കി. സാളഗ്രാമം അശുദ്ധമാക്കിയതിൽ രോഷാകുലനായ മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി. കുണ്ഠിതപ്പെട്ട ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണം എന്നുരുവിട്ട് അപ്രത്യക്ഷനായി എന്ന ഐതിഹ്യം. ബാലന്റെ വേർപിരിയലിൽ ദുഃഖിതനായ മുനി ബാലനെ കാണാൻ അനന്തൻകാട് തേടി യാത്ര തുടർന്നു. ദിവാകരമുനിയല്ല വിൽവമംഗലം സ്വാമിയാരാണ് അനന്തൻകാട്ടിൽ വന്നതെന്നും ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നുമുള്ള മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ഗുരുവായൂരപ്പന് വിൽവമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ വന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ദേഷ്യം വന്ന വിൽവമംഗലം ഇതിനെതിരെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനന്തൻകാട്ടിലേക്ക് പോയി. അനന്തൻകാട് എവിടെയാണെന്നറിയാത്ത വിൽവമംഗലം അത് തപ്പി നടന്നു. അതിനിടയിൽ തൃപ്രയാറിലെത്തിയപ്പോൾ ഭഗവാൻ അത് ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാളിന്റെ ജഡയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ദിവാകരമുനിയാണോ വിൽവമംഗലമാണോ എന്ന് വിഭിന്നാഭിപ്രായമുണ്ടെങ്കിലും ഒരു പുലയ സ്ത്രീയുടെ സാന്നിധ്യം രണ്ട് കഥകളിലും പറയുന്നുണ്ട്. മുനിയുടെ അനന്തൻകാട് തേടിയുള്ള യാത്രയ്ക്കിടയിലെ വിശ്രമവേളയിൽ ഒരു പുലയ സ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാനിടവന്നു. ഞാൻ നിന്നെ അനന്തൻകാട്ടിലേക്ക് വലിച്ചെറിയും എന്ന സ്ത്രീയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു. മുനി പുലയ സ്ത്രീയെയും കൂട്ടി അനന്തൻകാട്ടിലേക്ക് പോവുകയും അവിടെ അനന്തശയനത്തിൽ ലക്ഷ്മി സമേതനായി സാക്ഷാൽ ശ്രീ പത്മനാഭൻ പള്ളികൊള്ളുന്ന ദർശനം ലഭിക്കുകയും ചെയ്തു. മുനി പിന്നീട് ഭഗവത് ദർശനത്തിനായി അവിടെ തപസ്സനുഷ്ഠിച്ചു. അധികം വൈകിയില്ല. അവിടെയുണ്ടായിരുന്ന വൻവൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു അനന്തശായിയായി മുനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഉരോഭാഗം തിരുവനന്തപുരത്തുമായി കാണപ്പെട്ടു. ഇന്ന് 3 ക്ഷേത്രങ്ങളുണ്ട്. ഭഗവത് സ്വരൂപം പൂർണ്ണമായും ദർശിക്കുവാൻ കഴിയാത്തവണ്ണം വലിപ്പമുള്ളതായിരുന്നു അത്രേ. തന്റെ കൈവശമുണ്ടായിരുന്ന യോഗദണ്ഡിന്റെ 3 ഇരട്ടി നീളമായി ഭഗവത് സ്വരൂപം ദർശിക്കാനാകണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലിച്ചതിനാൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്ന് ഐതിഹ്യം പറയുന്നു. മുനി ഭക്തിയാദരപൂർവ്വം ഭഗവാനെ വന്ദിക്കുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപുര തടാക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് കരുതുന്നവരുണ്ട്. 108 ദിവ്യദേശങ്ങളിലൊന്നായ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണ്. കിഴക്കുഭാഗത്തുള്ള വലിയ ഗോപുരം ദ്രാവിഡ ശൈലിയിലും മറ്റു ഗോപുരങ്ങൾ കേരളീയ ശൈലിയിലും നിർമ്മിച്ചിരിക്കുന്നു. വടക്കുകിഴക്ക് പത്മതീർത്ഥക്കുളമാണ്. ധാരാളം ദാരുശില്പങ്ങളും ചുവർചിത്രങ്ങളുമുണ്ട്. ശ്രീകോവിലിന് പിൻവശത്തെ ഭിത്തിയിലുള്ള അനന്തശയനത്തിന്റെ ചുവർചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയവയിലൊന്നാണ്. ക്ഷേത്രത്തിൽ 2 കുടിമരങ്ങളുണ്ടെങ്കിലും ബലിക്കൽപുരയില്ല. ശ്രീകോവിൽ ദീർഘചതുരാകൃതിയിലാണ്. അനന്തശയനത്തിന് അനുയോജ്യമായതുകൊണ്ടാണത്. കടുശർക്കരയോഗക്കൂട്ടുകൊണ്ടും 12,008 സാളഗ്രാമങ്ങൾ കൊണ്ടും നിർമ്മിച്ച 18 അടി നീളമുള്ള ഭഗവത് വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി ശ്രീകോവിലിൽ വാഴുന്നു. 2 അരികത്തും ഭൂമിദേവിയും ലക്ഷ്മീദേവിയുമുണ്ട്. അനന്തന്റെ മുകളിൽ യോഗനിദ്രയിൽ ലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 18 അടി നീളം വരുന്ന വിഗ്രഹം. എന്നാൽ ഉഗ്ര നരസിംഹസ്വാമി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിങ്ങനെ മറ്റു 2 പ്രധാന പ്രതിഷ്ഠകൾ കൂടി ഇവിടെയുണ്ട്. പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ കടുശർക്കരയോഗക്കൂട്ടുകൊണ്ടുണ്ടാക്കിയതിനാൽ അലിഞ്ഞുപോകും. അതിനാൽ ഭഗവാന്റെ മറ്റൊരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത്. പ്രതിഷ്ഠ 3 ഭാഗങ്ങളായി മാത്രമേ ദർശിക്കാനാകൂ. വലത് കൈ ചിന്മുദ്രയോടുകൂടി അനന്തതൽപ്പത്തിന് സമീപം തൂക്കിയിട്ടിരിക്കുന്നു. അതിന് താഴെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ഭഗവാൻ ശ്രീ മഹാദേവനെ നിത്യവും പൂജിക്കുന്നതായി സങ്കല്പം. അനന്തന്റെ പത്തികൊണ്ട് ദേവന്റെ മൂർധാവ് മൂടിയിരിക്കുന്നു. ശ്രീ പത്മനാഭന്റെ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ചതുർമുഖനായ ബ്രഹ്മാവിന്റെ രൂപം കാണാം. ഒരേ ശ്രീകോവിലിൽ ത്രിമൂർത്തികളുടെ അഥവാ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ സാന്നിധ്യം ഈ ദേവാലയത്തിന്റെ പ്രത്യേകതയാണ്. അതിനു പുറകിലായി ഋഷിവര്യന്മാരുടെ കല്ലിൽ വാർത്ത രൂപങ്ങളുമുണ്ട്. ഭഗവാന്റെ മാറിടത്തിനെതിരെയായി വിഷ്ണുപത്നിയും സമ്പത്തിന്റെ ഭഗവതിയുമായ ലക്ഷ്മിയെയും അല്പമകലെ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാഗരാജാവായ അനന്തന്റെ മുകളിൽ പള്ളികൊള്ളുന്ന ഭഗവാൻ കുടികൊള്ളുന്ന ദേശത്തിന് തിരുവനന്തപുരം എന്ന പേരും ലഭിച്ചു. നിത്യപൂജകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രപൂജാദികൾ നടത്തുന്നതിന് മംഗലാപുരത്തുകാരായ അക്കരദേശികൾക്കും നീലേശ്വരത്തുകാരായ ഇക്കരദേശികൾക്കും പുഷ്പാഞ്ജലി നടത്തുന്നതിന് വിൽവമംഗലത്തിന്റെ പരമ്പരയിൽപ്പെട്ടവർക്കും മാത്രമാണ് അവകാശം. കാസർഗോഡ് കുമ്പളക്കടുത്തുള്ള അനന്തപത്മനാഭ ക്ഷേത്രവുമായുള്ള ബന്ധം
ഇതിലൂടെ വ്യക്തമാവുകയാണ്. ബിൽവമംഗലം സ്വാമിയാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ദിവാകരമുനിയും ബിൽവമംഗല സ്വാമിയാരും രണ്ടല്ല എന്നിതിൽ നിന്നും ബോധ്യമാവും. പത്മതീർത്ഥം. കിഴക്കേക്കോട്ടയ്ക്കകത്തെ പുണ്യതീർത്ഥമാണ് പത്മതീർത്ഥക്കുളം. ശ്രീ പത്മനാഭക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി വിസ്തൃത മനോഹരമായ അന്തരീക്ഷത്തിലാണ് പത്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിലൊന്നാണ് പത്മതീർത്ഥക്കുളം. ഇതിന്റെ 4 ഭാഗവും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം. ഇതിന്റെ കരയോട് ചേർന്ന് നിരവധി ക്ഷേത്രങ്ങൾ കാണാം. പത്മതീർത്ഥക്കര ഹനുമാൻ നവഗ്രഹ ക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. ദർശന സമയം അതിരാവിലെ 3:30 AM മുതൽ ഉച്ചയ്ക്ക് 12 PM വരെയാണ്. വൈകുന്നേരം 5 PM മുതൽ രാത്രി 8:30 PM വരെയാണ്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട പ്രധാന വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നോക്കാം. തുളസിമാല ചാർത്തൽ. പത്മനാഭസ്വാമിക്കും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്കും വിശേഷാൽ തുളസിമാല സമർപ്പിക്കുന്നത് ആയുരാരോഗ്യത്തിനും അഭീഷ്ടസിദ്ധിക്കും വിശേഷമാണ്. ഭാഗ്യസൂക്താർച്ചന അഥവാ പുരുഷസൂക്താർച്ചന. ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി ധനാഗമത്തിനും ഐശ്വര്യവർദ്ധനവിനും വേണ്ടി ഭഗവാന്റെ നടയിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ പുരുഷസൂക്ത അർച്ചനയോ നടത്താം. സഹസ്രനാമാർച്ചന. ജന്മനക്ഷത്ര ദോഷങ്ങൾ നീങ്ങുന്നതിനും മനഃശാന്തി ലഭിക്കുന്നതിനും വിഷ്ണു സഹസ്രനാമാർച്ചന വഴിപാടായി സമർപ്പിക്കുന്നത് ഗുണകരമാണ്. പാൽപായസ നിവേദ്യം. ഭഗവാന് പത്മനാഭന്റെ തിരുനടയിലോ തിരുവമ്പാടി ശ്രീകൃഷ്ണന്റെ നടയിലോ പാൽപായസമോ തിരുവധുരമോ നിവേദിക്കുന്നത് സന്താനഭാഗ്യത്തിനും കുടുംബസമാധാനത്തിനും ഉത്തമമാണ്. നെയ്വിളക്ക് സമർപ്പണം. ജന്മനാളിൽ ക്ഷേത്രനടയിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് പാപദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വെണ്ണ നിവേദ്യവും അവൽ നിവേദ്യവും. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവൽ എന്നിവ നിവേദിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അതീവ ഫലദായകമാണ്. ചന്ദനം ചാർത്ത് അഥവാ മുഴുക്കാപ്പ്. രോഗശാന്തിക്കും ദീർഘായുസ്സിനുമായി ഒറ്റക്കൽ മണ്ഡപത്തിലെ അലങ്കാര വിഗ്രഹത്തിലോ ഉപദേവന്മാർക്കോ ചന്ദനം ചാർത്ത് നടത്താവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ അഷ്ടമി രോഹിണി ദിനത്തിലോ തിരുവോണം, വ്യാഴാഴ്ച തുടങ്ങിയ ശ്രേഷ്ഠ ദിവസങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ക്ഷേത്രത്തിലെത്തിച്ചേരാൻ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്ത മധ്യത്തിൽ കോട്ടയ്ക്കകത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ കോട്ട വഴി പോകുന്ന ബസ്സുകളിൽ കയറിയാൽ ഇവിടെ എത്താം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ, തമ്പാനൂർ, 100 മീറ്റർ കിഴക്കു തെക്കേ വശത്ത് സ്ഥിതി ചെയ്യുന്നു. തമ്പാനൂർ KSRTC സ്റ്റേഷൻ അടുത്തുതന്നെ കാണാം. അനന്തശായിയായ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹം രോഹിണി നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഭക്തിയോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്ന ഏവർക്കും ഒരു രക്ഷാകവചമായി നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുടെ നിത്യപ്രാർത്ഥനകളിലും പൂജകളിലും നിങ്ങളുടെ പേരുകൾ സമർപ്പിക്കുന്നതായിരിക്കും. ജ്യോതിഷം, വാസ്തുശാസ്ത്രം, ക്ഷേത്രവിശേഷങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ അറിവുകൾ തുടർന്നും നിങ്ങളിലേക്കെത്തുവാൻ ആസ്ട്രോ ടോക്സ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റൊരു നക്ഷത്രത്തിന്റെ പുണ്യക്ഷേത്ര വിശേഷങ്ങളുമായി ക്ഷേത്രായനം അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ.